സാൾട്ട് ആൻഡ് കാഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീമിൽ എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ കുറേ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ മുഴുവൻ ആപ്ലിക്കൻസിൻ്റെയും, അതായത് എൻജിനീയറിംഗും BArc, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഇവയ്ക്കൊക്കെ അപ്ലൈ ചെയ്തവരുടെ പ്രൊഫൈൽ ചെക്കിങ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പലരുടെയും മെമ്മോ ക്ലിയർ ആയിട്ടുണ്ട്. ഒരുപാട് പേർ ഈ ചാനലിലൂടെ തന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് മെമ്മോ ക്ലിയറായി എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് മെമ്മോ ക്ലിയറായി എന്നറിയുമ്പോൾ ഇനിയും പലരുടെയും മെമ്മോ ക്ലിയർ ആകാനുണ്ട്. വെയിറ്റ് ചെയ്യുക. 20-ാം തീയതി വരെ അതിനുള്ള സമയം, അതായത് 20-ാം തീയതി വരെ നിങ്ങൾക്ക് മെമ്മോ ക്ലിയർ ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അതിൽ പലരുടെയും മെമ്മോ ക്ലിയർ ചെയ്യാതെ വരുന്നത് അവർ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അവിടെ പറഞ്ഞ ഡോക്യുമെൻ്റ് അല്ല അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു കാൻഡിഡേറ്റ് തുടർച്ചയായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ലാസ്റ്റ് അവരോട് ചോദിച്ചു, NCLൻ്റെ കേസിലാണ് അപ്ലോഡ് ചെയ്തു, പക്ഷേ അന്ന് സെൻട്രൽ പർപ്പസിനുള്ള NCL ആയിരുന്നു, അത് മാറ്റി സ്റ്റേറ്റ് പർപ്പസിനുള്ള അപ്ലോഡ് ചെയ്തു, ഇപ്പോൾ അതും റിജക്റ്റ് ചെയ്തു, എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും അവരോട് പറയുന്നു, NCLൻ്റെ പർപ്പസ് ഒന്നും കൂടെ നോക്കാൻ, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസാണോ അതല്ല മറ്റെന്തെങ്കിലും പർപ്പസാണോ, എംപ്ലോയ്മെൻറ്റ് പർപ്പസിനുള്ളതാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്തു, പുതിയത് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. 20-ാം തീയതിയുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള അങ്ങനെയുള്ള ആശങ്കകൾ ഇപ്പം ഞാൻ നേരത്തെ ഈ ചാനലിലൂടെ വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള NCL തന്നെയായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആപ്ലിക്കേഷൻ തുടങ്ങിയ ഉടനെ, ആപ്ലിക്കേഷൻ ക്ഷണിച്ച ഉടനെ തന്നെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ കുറച്ച് പേര്, അന്ന് ചാനൽ കാണുന്നത് തന്നെ ഒരു 250-300 പേര് മാത്രമേ വീഡിയോ ഒക്കെ കാണാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അതുപോലെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനി വരാൻ പോകുന്നത്, അതായത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പലരുടെയും റാങ്ക് റിലീസായതിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരിക്കും. എത്രയാണ് റാങ്ക് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഓപ്ഷൻ എൻട്രിയാണ്. ഓപ്ഷൻ എൻട്രിയുടെ കേസിൽ നിങ്ങൾ തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജിൽ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിനെപ്പറ്റി പഠിച്ച ശേഷം, അതിൻ്റെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത ശേഷം എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം ആ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ചാനലിലൂടെ ഈ കാര്യങ്ങൾ പറയാൻ തന്നെ കാരണം, അതായത് കീം റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പറയാൻ തന്നെ കാരണം, വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ എൻ്റെ നാട്ടുകാരിയായ ഒരു കുട്ടി ഓപ്ഷൻ തെറ്റിച്ചു കൊടുത്തു. നല്ല റാങ്കുള്ള ഒരു കുട്ടി ഓപ്ഷൻ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ അറിയാത്തത് കൊണ്ട് അങ്ങനെ ഓപ്ഷൻ കൊടുത്ത് ഒരു ഉയർന്ന സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ ഉയർന്ന ഫീസ് വാങ്ങുന്ന ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പഠിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടി വന്ന, അതായത് പഠനം തുടരണമെങ്കിൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് തുടരണമെങ്കിൽ അവർക്ക് അത് എടുക്കില്ല, നിർവാഹമില്ല, അല്ലെങ്കിൽ അടുത്ത കൊല്ലം വീണ്ടും കീം എഴുതി വരണം. അപ്പോൾ അങ്ങനെ തുടരേണ്ടി വന്ന ആ ഒരു നിർഭാഗ്യമായ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാത്രമാണ് അതിൽ നിന്നുള്ള ഒരു ആൾക്കാർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ചാനലിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്, ഏതൊക്കെ ഓപ്ഷൻസാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട്, നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ ഏതെങ്കിലും കഫേയിൽ പോയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കൊടുത്ത അതേ ഓർഡറിലാണ് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അത് സബ്മിറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ അത് ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം. ദയവ് ചെയ്ത് ആ സമയത്ത് മെസ്സേജ് അയച്ചും അതേപോലെ വിളിച്ചും ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത്. ഒരു നിലക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ആ സമയത്തുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകൾക്ക് അനുസരിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അപ്പോൾ അയച്ചു തരും. അപ്പോൾ ഇതിൽ
ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഇനി വരാൻ പോകുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നു, ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പേ ഒരുപക്ഷെ ഓപ്ഷൻ എൻട്രി തുടങ്ങിയേക്കാം. ചിലപ്പോൾ ഇതിൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റും വന്നതിന് ശേഷമായിരിക്കാം. കാറ്റഗറി റാങ്ക് ലിസ്റ്റും ഓപ്ഷൻ എൻട്രിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരാൻ കാത്തിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഓപ്ഷൻ എൻട്രിയിലേക്ക് കടന്നേക്കാം. കാരണം മെമ്മോ ക്ലിയറിംഗ് എന്ന് പറയുന്നത് റാങ്ക് റിലീസ് ചെയ്യാനുള്ള മെമ്മോസ് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്ത ഉടനെ തന്നെ അടുത്ത ഓപ്ഷൻ എൻട്രിയിലേക്ക് പ്രവേശിക്കും. ഓപ്ഷൻ എൻട്രി സമയത്ത് റാങ്ക് ക്ലിയർ ആയിട്ടില്ല എങ്കിലും, നിങ്ങളുടെ റാങ്ക് വിത്ത്ഹെൽഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി നടത്താനുള്ള സൗകര്യം ഉണ്ടാവും. പക്ഷേ ലാസ്റ്റ് ദിവസം, അതായത് ഓപ്ഷൻ എൻട്രിയുടെ ലാസ്റ്റ് ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം ആ റാങ്ക് ഇത് റിലീസ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഇല്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതുവരെ ഉള്ള എല്ലാ കറക്ഷനും നോക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. റിലീസ് ചെയ്ത റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് റാങ്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ വരുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ആ കാര്യങ്ങളൊക്കെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.